സാമുദായിക വിഭജനമുണ്ടാക്കുന്ന 80-20 അനുപാതം മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് നടപ്പിലാക്കിയതെന്ന് മുതിർന്ന CPM നേതാവും പാലോളി കമ്മിറ്റി ചെയർമാനുമായ പാലോളി മുഹമ്മദ് കുട്ടി. 80-20 അനുപാതം നടപ്പിലാക്കിയത് പാലോളി കമ്മിറ്റിയുടെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണെന്ന വാദവും ഇതോടെ തകരുകയാണ്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ വിചിത്രമായ 80-20 അനുപാതത്തെ ന്യായീകരിക്കാൻ ഒരു വിഭാഗം മുസ്ലിം സമുദായ നേതാക്കൾ ഉൾപ്പെടെ ഉയർത്തിയിരുന്ന വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കുകയാണ് പാലോളി മുഹമ്മദ് കുട്ടി. 80-20 അനുപാതം വർഗീയ വിവേചനത്തിന് ഇടയാക്കുമെന്നും കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നുവെന്നും പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ഇത്തരമൊരു വിവാദ തീരുമാനം എടുത്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ഒരു വിഭാഗത്തിന് അവരോട് അവഗണന കാണിച്ചു എന്നുള്ളൊരു വികാരം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അനുവാദം സ്വീകരിക്കുന്നതായിരുന്നില്ല വേണ്ടത്. മറിച്ച് ആ സമുദായത്തിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് ഈ പദ്ധതി പ്രകാരം കൊടുക്കാവുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതപ്പെട്ട വിഭാഗങ്ങൾക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടുക എന്നുള്ളതാണ് വേണ്ടത്. ഇതോടെ കഴിഞ്ഞ സർക്കാരും മന്ത്രിയും ഉന്നയിച്ച പാലോളി കമ്മിറ്റി വാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയുകയാണ്. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ നടപ്പാക്കുന്നത് പഠിക്കാനായിരുന്നു അന്നത്തെ തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്ന പാലോളി മുഹമ്മദ് കമ്മിറ്റിയെ നിയോഗിച്ചത്. 2008 കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് 80-20 അനുപാതം നടപ്പാക്കിയതെന്നായിരുന്നു പ്രധാന വാദം. എന്നാൽ 80-20 അനുപാതത്തെ കമ്മിറ്റി ചെയർമാൻ തന്നെ വിവാഹിതയുണ്ടാക്കുന്നെന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ 80-20 അനുപാതം നടപ്പാക്കാൻ ചില അനധികൃത ഇടപെടലുകൾ നടന്നെന്ന വാദത്തിന് ബലമേകുകയാണ്. ന്യൂസ് ഡെസ്ക് ഷെക്കേന ന്യൂസ്.